എന്നമ്മ നല്ല മാച്ചല്ലേ പേര്. പക്ഷെ അപ്പച്ചന് ഇഷ്ടമല്ലാതെ മാറ്റിച്ചത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനോ? ആ അത് ചോദിച്ചില്ല. അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇതൊക്കെ അമ്മ ഞങ്ങളൊക്കെ വലുതായി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് രണ്ട് പിള്ളേരൊക്കെ അതിൻ്റെ ശേഷം അമ്മ കുറേശ്ശെ ഈ കാര്യങ്ങൾ പറയുന്നത്. കഥ പറയുന്നത്. അല്ല ചെറുപ്പത്തിൽ തന്നെ ഇത് പറഞ്ഞില്ല. അതെ അതെ. പിന്നെ ഇങ്ങനെ ആയതാന്ന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് അമ്മ അങ്ങനെ മക്കളോട് ഈ വിവരം പറയണത്. കൂടുതൽ എന്നോടാ. അതെ, അമ്മയായിട്ടാ കൂടുതൽ അടുപ്പം. അമ്മയായിട്ട് കൂടുതൽ അനുഭവം മാത്രമല്ല, എല്ലാ ജോലിയും അമ്മ ഞാൻ തന്നെ അവിടെ ഒക്കെ ചെയ്യാം. അങ്ങാടി പോണതും വെള്ളം കൊണ്ട്, ഞങ്ങൾക്ക് കിണറൊന്നുമില്ല, റോഡ് കവിച്ച് വെച്ചിട്ട് വെള്ളം കൊണ്ടുവരണം, എല്ലാ ജോലിൻ്റെ ചേച്ചി ഭയങ്കര മടിച്ചിയാ. ചെറുപ്പത്തിലും അതെ, വലുപ്പത്തിലും അതെ. അനിയത്തി അങ്ങനെ തന്നെയാ, മടിച്ചിയാ പണിയെടുക്കാൻ. അപ്പം ഇതെല്ലാം ഞാനാ ചെയ്യാം. എന്ത് പണിയുണ്ടെങ്കിലും ഞാനാണ്. കുറച്ച് ജോലിയായാലും വലിയ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ, അത് ഞാനാ ചെയ്യാം. അമ്മയ്ക്ക് പ്രത്യേക ഒരു സ്നേഹം എന്നോടുണ്ട്. വലുതായപ്പോഴേ ഇല്ല കേട്ടോ. രണ്ടാമത് ഈ എൽസി എന്ന് പറഞ്ഞ മോളുണ്ടായപ്പോഴും അവൾ വലുതായപ്പോഴും അവളതിന് അതേപോലെ തന്നെ സുന്ദരിയാ അനിയത്തി. അത് അപ്പം അങ്ങനെ പള്ളിയിൽ കൊണ്ട് അങ്ങനെ മാറ്റിയിട്ടു. അത് ഇവരുടെ വീട്ടുകാർ അറിഞ്ഞു, ആര് അപ്പച്ചനറിഞ്ഞു. അങ്ങനെ അമ്മയുടെ അപ്പച്ചൻ കോയമ്പത്തൂർ മാറ്റിയതിൻ്റെ ശേഷം അപ്പോഴേക്കും ഒരു പ്രസവം കഴിഞ്ഞു അമ്മ. ആ കുട്ടി മരിക്കുകയും ചെയ്തു. അത് തന്നെ അപ്പച്ചൻ്റെ മാരിയിരുന്നു പോലും. അത് അമ്മ പറയും. ഇവിടെ ഇങ്ങനെ ചന്ദനക്കല ഉണ്ടായിരുന്നു, നെറ്റിയിൽ ചന്ദനക്കല.